മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി നിതിൻ രാജിന് ജാമ്യമില്ല. നിതിൻ രാജിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് തള്ളിയത്. കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ ഒരാൾക്ക് ഒഴികെ ജാമ്യം ലഭിച്ചിട്ടില്ല. ഒമ്പതാം പ്രതി ഹരീഷ് കുമാറിന് മാത്രമാണ് ഇതുവരെ ജാമ്യം ലഭിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീന കുമാരി പോലീസ് റിപ്പോർട്ടിന് വിരുദ്ധമായി വാദിച്ചതിനാലാണ് ഈ പ്രതിക്ക് ജാമ്യം ലഭിച്ചതെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. മറ്റുള്ളവരെല്ലാം 2 മാസക്കാലമായി ജയിലിലാണ്. പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ മെയ് 27-നാണ് ED 8 മണിക്കൂറോളം നീണ്ട മിന്നൽ പരിശോധന നടത്തിയത്. പിണറായിയുടെ മകൾ വീണ വിജയന്റെ എസ്ലാലോജിക്കൽ കമ്പനിയും CMRN തമ്മിലുള്ള മാസപ്പടി ഇടപാടുകളിലെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായായിരുന്നു ഈ നടപടി. മാസപ്പടി കേസിലെ ED അന്വേഷണത്തിലുള്ള നിയമപരമായ തടസ്സങ്ങൾ ഹൈക്കോടതി നീക്കിയതിനു തൊട്ടു പിന്നാലെയായിരുന്നു റെയ്ഡ് ഉണ്ടായത്. രാവിലെ മുതൽ തന്നെ CPM, DYFI, SFI പ്രവർത്തകർ പിണറായിയുടെ വീട്ടിലെ റെയ്ഡിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. റെയ്ഡ് കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് മടങ്ങിയ വാഹനങ്ങൾ വളഞ്ഞ് CPM, DYFI, SFI പ്രവർത്തകർ കല്ലുകളും ഇഷ്ടികകളും മരക്കഷ്ണങ്ങളും എന്നിവ ഉപയോഗിച്ച് കാറുകൾ ആക്രമിക്കുകയായിരുന്നു. പോലീസ് പിന്നീട് പാളയത്തെ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് വളഞ്ഞെങ്കിലും നേതാക്കളുമായി സംസാരിച്ച ശേഷം അകത്ത് കയറാതെ മടങ്ങി. പിന്നാലെ പ്രതികളിൽ ഓരോരുത്തരായി കീഴടങ്ങുകയായിരുന്നു പിന്നെ ഉണ്ടായത്. അതേസമയം CPM ആക്രമണത്തിൽ തകർന്ന ടാക്സിക്ക് അതായത് കഴിഞ്ഞ ദിവസം ED നഷ്ടപരിഹാരം നൽകിയിരുന്നു. മുഴുവൻ നഷ്ടപരിഹാര തുകയും ED കൈമാറുന്നു. DYFI ഒക്കെ നൽകുമെന്നാണ് A റഹീം അടക്കമുള്ളവർ പറഞ്ഞത്. പക്ഷേ അത് ഒരു വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് EDയും ആ ടാക്സി ഡ്രൈവറും എടുത്തുവെങ്കിലും അവസാനം ഒരു വഞ്ചിക്കുന്ന തരത്തിലേക്ക് CPM അല്ലെങ്കിൽ DYFI മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളടക്കം ഈ ടാക്സി ഡ്രൈവറിന്റെ ദുരിതങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് പണമില്ലാത്തത് കൊണ്ട് ടാക്സി വർക്ക്ഷോപ്പിൽ നിന്നും പുറത്തിറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജീവിക്കാനായിട്ട് അദ്ദേഹം പെയിന്റ് പണിക്ക് പോകുന്ന ഒരു വാർത്ത ചില പത്രങ്ങളും ചില പ്രമുഖ പത്രങ്ങളും ചില മാധ്യമങ്ങളും അടക്കം പുറത്തേക്ക് വിട്ടിരുന്നു. ഇതിലാണ് EDയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. മുഴുവൻ നഷ്ടപരിഹാരം അടക്കം ED നൽകുമെന്ന ഒരു നീക്കത്തിലേക്ക് എത്തിയത്. ആ ഒരു നഷ്ടപരിഹാരം ED നൽകി ആ വാഹനം ഇപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്നും ഇറക്കി ആ ഡ്രൈവറിന് നൽകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. തിരുവനന്തപുരം സ്വദേശിയായ ടാക്സി ഡ്രൈവർക്ക് ആ പണം കൈമാറിയിരിക്കുന്നു. 1.25 ലക്ഷത്തോളം രൂപയാണ് നഷ്ടപരിഹാരമായി ലഭിച്ചത്. നേരത്തെ CPM ഈ നഷ്ടം നൽകുമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് പിന്മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്.